ഹലോ ഫ്രണ്ട്സ്, വളരെ ക്യൂട്ടായിട്ടുള്ളൊരു പോട്ട് വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പോട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള എൻ്റെ DIY പോട്ട്സിൽ എനിക്ക് ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ളൊരു പോട്ടാണ്. പിന്നെ എന്നത്തെയും പോലെ തന്നെ ഇതൊരു ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ആണ്. പിന്നെ വളരെ കുറച്ച് സാധനങ്ങൾ മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഗൾഫ് കൺട്രീസിലൊക്കെ ലബാൻ അല്ലെങ്കിൽ മോര് വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കണ്ടെയ്നറാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്തുള്ള ഈ സ്റ്റിക്കർ ഇങ്ങനെ പറിച്ച് മാറ്റുവാണ്. അത് ഇങ്ങനെ പതുക്കെ നമ്മൾ വലിച്ചൂരിയാൽ മതി, അതിങ്ങോട്ട് വന്നോളും. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഇരിക്കുക കണ്ടെയ്നർ. ഇനി നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്യാനായിട്ട് ഒരേ ലെവലിൽ വരാനായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. നമുക്ക് എവിടെ വെച്ചാണ് കട്ട് ചെയ്യേണ്ടത് അവിടെ ഇങ്ങനെ സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കുകയാണ്. ഇനി ഈ വരച്ച ലൈൻ വെച്ച് നമ്മളൊരു നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലത്തെ ഒരു നൈഫ് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് സ്മൂത്തായിട്ട് കട്ടായി കിട്ടും. കണ്ടോ? അപ്പോൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിലോട്ട് നമ്മൾ ഗോൾഡൻ കളറ് സ്പ്രേ പെയിൻ്റ് അടിക്കുകയാണ്. കണ്ടോ? അപ്പോൾ സ്പ്രേ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പഴയ ഡ്രസ്സ് തയ്ച്ചിട്ടൊക്കെ ബാക്കിയുള്ള തുണി വീട്ടിലുണ്ടെങ്കിൽ, ഞാനിപ്പോൾ നെറ്റിൻ്റെ ഒരു തുണിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ഫ്ലവർ ഡിസൈൻ വെട്ടിയെടുക്കുകയാണ്. ഒരു ഫ്ലവറും 3 ലീവ്സുള്ളൊരു ഡിസൈനാണത്. അപ്പോൾ ഇനി ഈ ഡിസൈനിൻ്റെ ബോർഡറൊക്കെ നന്നായിട്ട് വെട്ടി നല്ല ഷേപ്പിൽ വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെയൊക്കെ ഉടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് പാകമല്ലാണ്ടായിരിക്കുമ്പോൾ കളയണ്ട. അതിൻ്റെ തുണിയൊക്കെ എടുത്ത് വയ്ക്കുവാണെങ്കിൽ ഇതുപോലത്തെ ഡിസൈനൊക്കെ നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല മൂർച്ചയുള്ളൊരു കത്രിക ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ബോർഡറൊക്കെ കട്ട് ചെയ്ത് നല്ല ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഈ ഷേപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൻ്റെ അപ്പർ ബോർഡറിൽ ഒരു ജൂട്ടിൻ്റെ ഒരു ലേസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ലേസ് അല്ലെങ്കിൽ ജൂട്ട് ത്രെഡ് വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫിനിഷിങ് ലുക്ക് കിട്ടും നമുക്ക്. അപ്പോൾ ഈ ലേസ് വെച്ച് മുകൾ ഭാഗം വെച്ച് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത ഷേപ്പ് നമ്മളിങ്ങനെ ഈ കണ്ടെയ്നറിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളത് ഫ്ലവർ ഏത് ഷേപ്പിലാണോ നമുക്ക് വെക്കേണ്ടത് അതുപോലെ വെച്ചിട്ട് അതിൻ്റെ അടിയിലായിട്ട് ഈ ഗ്ലൂ വെച്ച് ഒട്ടിച്ചാൽ മതി. ഇനി അതിൻ്റെ ബോർഡറൊക്കെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഫിക്സ് ആവാനായിട്ട് എല്ലാ സൈഡിലും ഒന്നും കൂടി ഒന്ന് ഗ്ലൂ വെച്ച് ഒട്ടിക്കാം. അപ്പോൾ ഇത്രയും ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ 2 ലീഫിൻ്റെ ഒരു ഷേപ്പ് അടിയിലായിട്ട് ഇങ്ങനെ വെക്കും. അതും നമുക്കൊന്ന് ഈ ഗ്ലൂ ഗൺ വെച്ച് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഡിസൈൻ. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ ആ സെയിം ഡിസൈൻ തന്നെ ഒട്ടിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് ഒട്ടിയില്ലെന്നൊന്ന് ഉറപ്പ് വരുത്തണം. നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മൾ എല്ലാ സൈഡും ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും അത് ഇളകിപ്പോരില്ല, നന്നായിട്ട് ഫിക്സ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ മുമ്പ് ചെയ്ത പോലെ തന്നെ അടിയിലത്തെ 2 ലീവ്സും ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ബോർഡറുകളൊക്കെ ഒന്നും കൂടി ഫിക്സ് ചെയ്യാണ്. ഇനി നമ്മൾ ഈ കണ്ടെയ്നറിൻ്റെ അടിയിൽ ലോവർ ബോർഡറിലും മുകളിൽ വെച്ച പോലെ തന്നെ ജൂട്ടിൻ്റെ ഒരു ലേസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അടിയിലും കൂടി നമ്മൾ ഈ ഒരു ലേസ് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് തന്നെ ഒന്ന് മാറും. നല്ലൊരു ഫിനിഷ്ഡ് ലുക്ക് കിട്ടും നമുക്ക്.
പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു പോട്ടാണെന്ന് ആരും പറയത്തില്ല, കണ്ടാലും അങ്ങനെ തോന്നത്തേയില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പോട്ട്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു DIY പോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.